ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോ കാരണമാണ് ജാസ്മിൻ കൂടുതൽ പുറകോട്ട് പോകുന്നത് ഗെയിമിൽ വളരെ മോശം പെർഫോമൻസ് കാണിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിശദമായി. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, റസ്മിൻ ഇന്നലെ നമ്മുടെ ഗബ്രിയോടും ജാസ്മിനോടും സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണിത്. ഗബ്രി, നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നീ ഇപ്പോൾ നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, നിന്റെ പോയിന്റുകൾ വളരെ നല്ലതായിട്ടാണ് പോകുന്നത്, നല്ല രീതിയിൽ തന്നെയാണ് നീ ഇപ്പോൾ കളിക്കുന്നത്, റസ്മിൻ ഗബ്രിയോട് പറഞ്ഞു. ജാസ്മിനും ഇതിനെ ശരിവെക്കുന്നുണ്ട്. ശരിയാണ് ഗബ്രി, നീ ഇപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ട്, നീ നന്നായി കളിക്കുന്നുണ്ട് എന്ന് ജാസ്മിനും പറയുന്നുണ്ട്. ശരിയാണ്, ചില പരാമർശങ്ങൾ, ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഗബ്രി നല്ലൊരു ഗെയിമർ തന്നെയാണ്, നന്നായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്, നല്ലതായിട്ട് പ്രതികരിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഈ ജിൻഡോ ഉമ്മ വയ്ക്കാൻ പോയിന്നും സെക്ഷൽ ഹരാസ്മെൻറ്റും ഈ കാർഡ് കളിക്കുന്നു, വുമൺ കാർഡ്, ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഗബ്രി നല്ലൊരു ഗെയിമർ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് തൻ്റെ ഗെയിമിനെ കളിക്കുന്നത്. അപ്പോൾ റസ്മിൻ ഇവിടെ ജാസ്മിനോട് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ജാസ്മിൻ, നീ ശ്രദ്ധിച്ചു എന്ന്. അതിനുശേഷം ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നാലും ജാസ്മിൻ അവിടെ ഒരു വല്ലാത്തൊരു ഷോക്കായി പോയി റസ്മിൻ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടിട്ട്. എന്നിട്ട് നമ്മുടെ ജാസ്മിൻ റസ്മിനോട് പിന്നെ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ സൂക്ഷിക്കണം എന്ന്. അപ്പോൾ റസ്മിൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഇപ്പം വന്നതിനേക്കാൾ ഒരുപാട് വീക്കാണ്, ആക്റ്റീവ് അല്ല, നീ ഒരുപാട് പമ്മി പോകുന്ന പോലെ തോന്നുന്നു. ശരിയാണ്, ജാസ്മിൻ ഇപ്പോൾ ഒരുപാട് പമ്മി പോയിട്ടുണ്ട്. ആദ്യ വീക്കിൽ വന്ന ഒരു ജാസ്മിൻ്റെ പ്രകടനമേ അല്ല ഇപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിനോട് റസ്മിൻ നല്ല വ്യക്തമായി പറയുന്നു, ഗബ്രിയോടുള്ള ഇഷ്ടവും ഗബ്രിയോടുള്ള ഈ ഒരു സ്നേഹവും ഗബ്രിയുടെ കൂടെ കൂടി ഗബ്രിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നടക്കുന്നതാണ് നിൻ്റെ തെറ്റ്. അതാണ് നിനക്ക് നന്നായിട്ട് ആക്റ്റീവ് ആകാൻ പറ്റാതായി പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഗബ്രിയും കൂടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ റസ്മിൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ഈ ഒരു ജാസ്മിൻ, നീ ഗബ്രിയിൽ നിന്ന് അകന്നു മാറി വേണം കളിക്കാൻ എന്ന് റസ്മിൻ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നത് ശരിയാണ്, പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ഇത്. കാരണം ആദ്യം വന്ന സമയത്ത് ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ല രീതിയിൽ നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ശരിക്കും ഒറ്റയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ ജാസ്മിൻ ആണെങ്കിലും മുന്നോട്ട് ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടിയേനെ, ഗബ്രിക്കാണ്ടോ നല്ല രീതിയിൽ കളിക്കാനേ നല്ലൊരു സപ്പോർട്ടും കിട്ടിയേനെ. അതിന് പകരം ഇവർ ഒറ്റയ്ക്ക് നിൽക്കാതെ രണ്ടുപേരും ഒരു കോംബോ അല്ലെങ്കിൽ ഒരു ലവ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ കളിച്ച് വെറുതെ അവരുടെ പേരിനെ കളയുകയാണ് ചെയ്തത്. വെറുതെ ഒരു നെഗറ്റീവാണ് അവർ ചെയ്തത്. അവർ ഇപ്പോഴും അവർക്കത് മനസ്സിലാവുന്നില്ല, ഇപ്പോഴും അവരത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ പുറത്ത് ഇത് വളരെ ഹിറ്റായ ഒരു ലവ് ട്രാക്കാണ് എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രമേൽ നെഗറ്റീവാണ് എന്നുള്ളത് അവരത് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കേണ്ടതാണ്, അത് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. എല്ലാവരും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ട് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. രാത്രിയിലൊക്കെ ഒരു 11:30-ക്ക് ശേഷമാണ് ഇവരുടെ കൂടുതലും കാര്യങ്ങൾ നമ്മൾ ലൈവിലൂടെ കാണുന്നത്. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 11:30-ക്ക് ശേഷം നമ്മൾ ഇവരുടെ ലൈവ് കാണുമ്പോൾ ലൈവിൽ നിറച്ച് ഇവർ രണ്ടുപേരും മാത്രമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു കോംബോ അവർ കളിക്കുന്നത്? ഇപ്പോഴും അവർ ഒരുമിച്ചിരിക്കുന്നു, ഒരു 11:30-ക്ക് ശേഷം ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കാൻ നല്ല കാലിബറുള്ള രണ്ടുപേരാണ്. അവർ ഒറ്റയ്ക്ക് കളിച്ചാൽ ഏറ്റവും നന്നായി തന്നെ അവർക്ക് മുന്നോട്ട് പോകാനും കഴിയും. വെറുതെ അവനവൻ്റെ ഗെയിമിനെ ഒരു കോംബോ കളിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് അങ്ങനെ ആവരുത്. ശരിക്കും എത്രയോ ഹിന്റുകൾ ബിഗ് ബോസ് കൊടുത്തു, ഹൗസ് മേറ്റ്സ് തന്നെ കൊടുത്തു, ലാലേട്ടൻ വന്ന് പറഞ്ഞു, എന്നിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും ഇതിങ്ങനെ തുടർന്നു പോകുന്നത് ഒന്നുകിൽ രണ്ട് ഗെയിമേഴ്സിനെ ബാധിക്കുന്നതായതുകൊണ്ട് ഒന്നുകിൽ ഇത് തുറന്ന് പറഞ്ഞ് ഇവരുടെ ഇതിനെ ഇല്ലാതാക്കണം. ഒന്നുകിൽ ലാലേട്ടനോ ആരെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞ് ഈ ഒരു ഇത്ര നെഗറ്റീവാണ്, നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇല്ല എങ്കിൽ ഇവരുടെ ഗെയിമിനെ ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. പുറത്തും അകത്തും ഇവരുടെ ഭാവി എന്താകുമെന്ന് നമ്മൾ നോക്കി തന്നെ കാണേണ്ട കാര്യമാണ്. അത് നോക്കി തന്നെ കാണാം. എന്തായാലും ഇനിയും പുതിയ അപ്ഡേഷനോ വിശേഷങ്ങളോ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ സ്വന്തം ലിറ്റി.